ഇതിൽ ആദ്യത്തെ സിനിമ ആയുഷ്കാലം. ഈ ഒരു സിനിമയിൽ മുകേഷ് മാത്രമല്ല നായകൻ, മുകേഷും അതുപോലെ തന്നെ ജയറാമുമാണ് പ്രധാന നായകന്മാര്. നമുക്കറിയാം, എല്ലാവരും നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ട്. വിനു കിര്യത്ത്, രാജൻ കിര്യത്ത് സ്ക്രിപ്റ്റ് എഴുതി കമൽ ഡയറക്ട് ചെയ്ത നല്ല രസമുള്ള സിനിമയാണ്. അതില് ശ്രീനിവാസൻ ഉണ്ട്. നല്ല ശ്രീനിവാസന് ഒരുപാട് നല്ല നല്ല തമാശകളുണ്ട് ആ സിനിമയിൽ. സായികുമാർ വില്ലൻ വേഷം ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത സായികുമാറിന്റെ ഒരു ഇന്റർവ്യൂലാണ് ഞാൻ കണ്ടത്. സായികുമാർ നായകനായിട്ട് 89-ൽ റാംജി റാവുലൂടെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ നായകവേഷമൊക്കെ പലതൊക്കെ ചെയ്തു, കൂട്ടക്കളിയൊക്കെ ചെയ്ത് ആയുഷ്കാലത്തിലാണ് ഒരു വില്ലനായിട്ട് മാറുന്നത് എന്ന് സായികുമാർ പറഞ്ഞു. ഒരു ആദ്യമായിട്ട് ഒരു ശരിക്കും ഒരു വില്ലൻ വേഷം ചെയ്യുന്നത് ആയുഷ്കാലത്തിലാണെന്നൊക്കെ സായികുമാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ സിനിമ ആ വർഷത്തെ വലിയ ഹിറ്റായിരുന്നു. അന്ന് കമലിന്റെ അസിസ്റ്റൻസ് ആയിരുന്നു ലാൽ ജോസും ദിലീപും ഒക്കെ. അവരൊക്കെ അതിൽ അവസാനത്തെ പ്രേതമൊക്കെ ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളൊക്കെ ദിലീപ് ഡബ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പൊ കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെയധികം ഗുണം ചെയ്തിട്ടുള്ള സിനിമ, മുകേഷിനും ഭയങ്കര ഗുണം ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ആയുഷ്കാലം. അടുത്ത സിനിമ IV ശശിയുടെ സിനിമയാണ് കള്ളനും പോലീസും. ഇതിൽ മുകേഷ്, ഇന്നസെന്റ്, അങ്ങനെ കുറെ താരങ്ങളുണ്ട് ആ സിനിമയിൽ. VBK മേനോനാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ സിനിമ പക്ഷെ അന്നൊരു പരാജയമായിരുന്നു. അതങ്ങനെ ഒരു ഹിറ്റൊന്നും ആയിരുന്നില്ല. ഞാൻ ആ സിനിമ അന്ന് തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. പിന്നീട് കാസറ്റ് എപ്പോഴോ ഒരു തവണ കണ്ടിട്ട് ഞാൻ എന്റെ കഥ വരെ സിനിമയുടെ മറന്നുപോയി. അത് അങ്ങനെ എനിക്കൂടെ IV ശശിയുടെ സിനിമകളിൽ അങ്ങനെ അധികം പേരൊന്നും ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ ഇത് കേട്ട് തൊട്ടടുത്ത വർഷം IV ശശി, VBK മേനോൻ തന്നെ ദേവാസുരം എന്ന സിനിമയിലൂടെ ശക്തമായിട്ട് IV ശശി തിരിച്ചു വന്നു. എന്തായാലും മുകേഷിന്റെ ഒരു സിനിമ അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെ വലിയ വലിയ ഒരു ഗുണം ചെയ്തിട്ടുള്ള സിനിമയൊന്നും അല്ല കള്ളനും പോലീസും. അടുത്ത സിനിമ വീണ്ടും കമലിന്റെ സിനിമയാണ് എന്നോട് ഇഷ്ടം കൂടാമോ. മധുബാല, മുകേഷ്. ആ സിനിമ അന്ന് വലിയ വിജയമല്ല. കാരണം കമല് പോലും എവിടെയോ എഴുതിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, കമല് ചെയ്ത സിനിമകളിൽ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ ഒരു സിനിമയിൽ ഒന്നായിരുന്നു എന്നോട് ഇഷ്ടം കൂടാമെന്നുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിൽ കുറെ നല്ല രസമുള്ള കുറെ സീൻസ് ഉണ്ട്. അതിൽ മുകേഷ് ഒരു കബഡി കളിച്ച് നടക്കുന്ന മുകേഷിന്റെ അച്ഛൻ കൃഷ്ണകുട്ടി നായർ ഡ്രൈവറാണ്. കൃഷ്ണകുട്ടി നായർക്ക് വയ്യാതെയാകുമ്പോൾ മകനോട് ആ ജോലി ഏറ്റെടുക്കാൻ പറഞ്ഞ് മകൻ ഡ്രൈവർ ആവുന്നതൊക്കെയാണ്. അതിൽ KP ലളിത, സൈനുദ്ദീൻ, കൽപ്പന, KP ലളിതയും കൽപ്പനയും പെങ്ങൾമാരായിട്ട്. അതിൽ എനിക്ക് KP ലളിതയുടെ ഭർത്താവായിട്ട് ജഗതി ശ്രീകുമാർ. അതിൽ ഗൾഫിലാണ് ജഗതി, പക്ഷേ ഫോട്ടോ മാത്രമേ കാണിക്കുള്ളൂ. ജഗതിയാണോ? ജഗതി തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. പിന്നെ സൈനുദ്ദീൻ അളിയനായിട്ടാണ്, വാച്ച്മാനാണ്. കുറെ രസമുള്ള, എനിക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ദിലീപ് ആ സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, വില്ലൻ JD ചക്രവർത്തിയുടെ ഗാങ്ങിലായിട്ട് അഭിനയിക്കുന്നത്. അതിൽ നല്ല ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പണ്ട് TV-യിലൊക്കെ വരുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കണ്ടിരുന്നതാണ്. പക്ഷെ ആ സിനിമ അങ്ങനെ വലിയ വിജയമല്ലാതെയായി പോയ ഒരു സിനിമയാണ്. അല്ലെങ്കിൽ അന്ന് അതൊരു മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു എന്നുള്ളതൊക്കെ പിന്നെയാണ് ഞാൻ അതിനെ കുറിച്ചൊക്കെ പലയിടത്തും വായിച്ചിട്ട് അറിയണത്. നിങ്ങൾ ആരെങ്കിലും ആ സിനിമ അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് പറയണം. അടുത്ത സിനിമ എല്ലാരും ചൊല്ലണേ, കലാധരൻ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ. റാഫി മെക്കാട്ടിനാണ് ആ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയാണോ മിസ്റ്റർ ആൻഡ് മിസസ് ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇതിൽ ഏതോ ഒരു സിനിമയാണ് റാഫി മെക്കാട്ട്. രണ്ടും ആ വർഷമാണ് ഇറങ്ങിയത്. റാഫി മെക്കാട്ടിന്റെ തുടക്കം ഈ രണ്ട് സിനിമകളിൽ നിന്നാണ്. അതിലും ഈ പറഞ്ഞ നല്ല രസമുള്ള കുറെ സീൻസ് ഒക്കെ ഉണ്ട്. നല്ല രസകരമായിട്ടുള്ള ഒരു സിനിമയാണ്. അന്നത് കുഴപ്പമില്ലാതെ തിയേറ്ററിൽ ഓടിയ ഒരു സിനിമയാണെന്നാണ് എന്റെ ഒരു, എനിക്ക് എത്രത്തോളം അതിന്റെ ബോക്സ് ഓഫീസ് എന്തായാലും ഭയങ്കര സൂപ്പർ ഹിറ്റ് ഒന്നും അല്ല, പക്ഷെ ഒരു ആവറേജ് പോയിട്ടുള്ള ഒരു സിനിമയാണ്. അത് ഞാൻ ദൂരദർശനിൽ വന്നിട്ടുള്ളതാണ് കണ്ടത്. ദൂരദർശൻ ഞായറാഴ്ച 4 മണിക്ക് വന്നിട്ടാണ് ഞാൻ ആ സിനിമ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. അടുത്ത സിനിമ കാഴ്ചയ്ക്കപ്പുറം. VR ഗോപാലകൃഷ്ണൻ ഡയറക്ട് ചെയ്തിട്ടുള്ള, മന്ദനത്തിന്റെ ഒക്കെ റൈറ്ററാണ് അദ്ദേഹം. പിന്നെ സിനിമകളും ഡയറക്ട് ചെയ്തിട്ടുണ്ട്. പറക്കന്തളികൊക്കെ എഴുതിയിട്ടുള്ള തീരാണ്. VR ഗോപാലകൃഷ്ണൻ ഡയറക്ട് ചെയ്ത ഒരു സിനിമയാണ് കാഴ്ചയ്ക്കപ്പുറം. അതും ഇതുപോലെ ഞാൻ TV-യിൽ വന്നിട്ട് കണ്ടിട്ടാണ്, കാസറ്റ് എടുത്തിട്ടാണ് അതേ സിനിമ കണ്ടിട്ടുള്ളത്. അതിൽ കുറെ രസകരമായിട്ടുള്ള കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അതിൽ മുകേഷ് എന്തോ ഒരു മർഡറിനോ എന്തിനോ സാക്ഷിയാവണതും മുകേഷിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 2 പോലീസുകാർ സ്ഥിരമായിട്ട് ഇന്നസെന്റും ജഗതി വരുന്നതും, അങ്ങനെ കുറെ രസമുള്ള സീൻസ് ഒക്കെ ഉണ്ട്. അവസാനം എന്താ പറയുക, കുറച്ച് സീരിയസ് മൂഡിലേക്കൊക്കെ അവസാനമൊക്കെ പോയിട്ടുണ്ട് സിനിമ. എത്രത്തോളം അതിന്റെ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ്. അതിൽ മുകേഷിന്റെ കൂടെ നടക്കുന്ന ക്യാരക്ടേഴ്സ് ബോബി കൊട്ടാരക്കര, ഗണേഷ് കുമാർ, മോണീഷ അതില് മുകേഷിന്റെ പെങ്ങളായിട്ട്, ഒടിയിൽ ഉണ്ണികൃഷ്ണൻ അച്ഛനായിട്ട്, ഇങ്ങനെയൊക്കെ ഒരു ഓർമ്മയുണ്ട്. ഇപ്പൊ കുറച്ചായി സിനിമ കണ്ടിട്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും അതിന്റെ സീൻസ് ഒക്കെ എപ്പോഴും ഇരുന്ന് രസകരമായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ അങ്ങനത്തെ ഒരു സിനിമ തന്നെയാണ് കാഴ്ചയ്ക്കപ്പുറം. അടുത്ത സിനിമ മക്കൾ മഹാത്മ്യം. സിദ്ദിഖ് ലാലിന്റെ കഥ. സിദ്ദിഖ് ലാലിന്റെ ഒക്കെ അസിസ്റ്റന്റ് ആയിരുന്ന പോൾസൺ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതും നല്ല രസമുള്ള സിനിമയാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതും ഇതുപോലെ ഞാൻ ദൂരദർശനിൽ വന്നിട്ടാണ് ഒരു ദിവസം ഞായറാഴ്ച കാണാൻ, ആദ്യമായിട്ട് കാണാം. പിന്നെ ഇടയ്ക്ക് TV-യിൽ വന്നപ്പോഴും ഇപ്പൊ കുറേയായി കണ്ടിട്ട്. അതിൽ മുകേഷും സായികുമാറും, ഇന്നസെന്റിന്റെ മക്കളായിട്ട് ഇന്നസെന്റ് ഉണ്ട് ഭാര്യമാര്. അതിൽ മുകേഷും സായികുമാറുമാണ് മക്കളായിട്ട്. ഇവിടെ റാംജി റാവുവിന് ശേഷം അവർ രണ്ടുപേരും ഒരു ഈക്വൽ എന്നുള്ള രീതിയിൽ അവർ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജഗദീഷ് ഒരു ഓട്ടോ ഡ്രൈവർ.
അതിലാണ് ജഗദീഷിന്റെ ഈ പാവം പൊയ്ക്കോട്ടെ എന്ന ഓട്ടോന്റെ പുറകിലേക്ക് എഴുതി വെക്കുന്നത്. അത് അന്നൊരു ട്രെൻഡ് പോലെയായിരുന്നു. പലരും അതിനെ പലപ്പോഴും ഓട്ടോ ഡ്രൈവർമാരുടെ പുറകിലൊക്കെ അത് എഴുതിയിരുന്നു എന്നൊക്കെ അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും നല്ലൊരു രസമുള്ളൊരു കഥയായിരുന്നു. അതൊരു പക്ഷെ സിദ്ദിഖ് ലാലൊക്കെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ അത് വേറൊരു ലെവൽ, അത് അന്നത്തെ ലോ ബഡ്ജറ്റിൽ ഒതുങ്ങിപ്പോയ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു സിനിമയായിരുന്നു. മോശമായിട്ടും അന്ന് അത്യാവശ്യം ബോക്സ് ഓഫീസിലും കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ആ വർഷത്തെ മോശമല്ലാതെ പോയ ഈ ലോ ബഡ്ജറ്റ് സിനിമകളിൽ തട്ടുകേടില്ലാതെ ലാഭം കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു മക്കൾ മഹാത്മ്യം. അടുത്ത സിനിമ 1992 ഓണം സീസണിൽ ഇറങ്ങിയ സിനിമയാണ് പൂച്ചയ്ക്കാര് മണി കിട്ടും. തുളസിദാസ് ഡയറക്ട് ചെയ്തിട്ടുള്ള, വിനു കിരിയത്ത്, രാജൻ കിരിയത്ത് എഴുതിയിട്ടുള്ള അതിഗംഭീര സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. മുകേഷിനോടൊപ്പം തന്നെ സിദ്ദിഖും കുറെ സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ആ സിനിമയിൽ. ജനാർദ്ദനൻ, സുനിത, ലക്ഷ്മിയാണ് അതിൽ അമ്മുമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ സൈനുദ്ദീൻ ഉണ്ട്. നല്ല രസമുള്ള സിനിമയാണ്. നെടുമുടി വേണു അതിലൊരു സ്വാമിയുടെ ക്യാരക്ടർ, അമ്മാവനാണ്, ചെറിയച്ഛനോ അമ്മാവന്റെ ക്യാരക്ടർ. ഒരു നമ്മൾ പറയില്ല ഈ ആൾമാറാട്ടം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു തുടക്കം കുറിച്ച സിനിമകൾ ഒരു സിനിമ തന്നെയായിരുന്നു പൂച്ചയ്ക്കാര് മണികെട്ടും. നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടോ? ഞാൻ ആ സിനിമ ഇതേപോലെ ദൂരദർശനിൽ വന്നിട്ട് 92 സിനിമ ഇറങ്ങിയത്. 94 2 വർഷം, അന്നൊക്കെ ഒരു സിനിമ ഇറങ്ങി 2 വർഷം കഴിയും ദൂരദർശനിൽ വരാനായിട്ട്. അന്ന് ദൂരദർശനിൽ വന്നിട്ട് ഒരു ഞായറാഴ്ചയാണ് ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ടുള്ളത്. എനിക്കത് നല്ല ഓർമ്മയുണ്ട്, ഇപ്പോഴും കണ്ടിട്ടില്ല. പിന്നീട് പലപ്പോഴും ടി വിയിൽ, ഇപ്പോഴും യൂട്യൂബിൽ അതിലെ പല കോമഡി സീൻസ്, പ്രത്യേകിച്ച് അതിലൊരു പൊടിയൊക്കെ കലക്കിയിട്ട് വശീകരിക്കാൻ വേണ്ടി പൊടി കലക്കിയതും ആ പൊടി തെറ്റിയിട്ട് മാളാരവിന്ദൻ കുടിക്കുന്നതും, മാളാരവിന്ദനും കൽപ്പനയായിട്ടുള്ള സീക്വൻസ് ആണ്. അതൊക്കെ എപ്പോഴും നല്ല ഓർമ്മയാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളത് ആ സിനിമയെ കുറിച്ചുള്ളത് ഷെയർ ചെയ്യുക. അടുത്തത് സുരേഷ് ബാബുവിന്റെ സിനിമയാണ്. TS സുരേഷ് ബാബു, കോട്ടയം കുഞ്ഞച്ചനൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള, ഡെന്നിസ് ജോസഫ് എഴുതിയ സിനിമയാണ്. എനിക്കൊന്നും ഡെന്നിസ് ജോസഫിന്റെ സിനിമകളിൽ അധികം ചർച്ച ചെയ്യാത്ത ഒരു സിനിമയാണ്. ഒരുപക്ഷെ അങ്ങനെ വലിയൊരു വിജയമായി പോവാത്തതുകൊണ്ടായിരിക്കാം മാന്യന്മാർ എന്ന സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അന്ന് ആ സിനിമ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഇറങ്ങിയപ്പോ അന്ന് എനിക്ക് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന്. പക്ഷെ അന്നൊന്നും എല്ലാ സിനിമയും നമുക്ക് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതല്ല. പക്ഷെ പിന്നീട് കാസറ്റ് ഇറങ്ങിയ ശേഷം ഞാൻ തേടി പിടിച്ച ആ സിനിമ അന്ന് കിട്ടി, കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇപ്പോഴും കാണാറുണ്ട്. കാരണം അത് കോമഡി മാത്രമല്ല, കുറച്ചൊരു ആക്ഷനും ഒരു ത്രില്ലർ സംഭവങ്ങളൊക്കെയാണ് അതിലുള്ളത്. പ്രത്യേകിച്ച് അതിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ സിനിമ? 2 കള്ളന്മാരാണ്, മുകേഷും ശ്രീനിവാസനും. പരോളിൽ ഇറങ്ങിയ ശേഷം രണ്ടുപേരും 2 രീതിയിൽ മുങ്ങുന്നതാണ്. മുകേഷ് ഒരു കാറായിട്ട് മദ്രാസിൽ വരണതും കുറച്ച് പ്രശ്നങ്ങൾ പെടുന്നതും, പിന്നീട് ശ്രീനിവാസൻ ജയിൽ പുള്ളിയാണ്, എന്നിട്ട് തമിഴ്നാട്ടിലെത്തി ഒരു തമിഴ് സ്ത്രീനെ കല്യാണം കഴിച്ച് ഒരു തമിഴനായി ആൾമാറാട്ടം നടത്തി മാറുന്നതും, അങ്ങനത്തെ രസമുള്ള ഒരു ശ്രീനിവാസന്റെ രണ്ടാമത്തെ ഒരു ഇൻട്രോ ഒക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ള ഒരു ഇതാണ്. ജഗദീഷ് ഉണ്ട്, ജഗദീഷ് ശ്രീകുമാർ, ഇത് ഇവരുടെയൊക്കെ ആശാനായിട്ട് ഒരു കള്ളനായിട്ട്. ഇത്രയൊക്കെ എനിക്ക് ഏകദേശം ഒരു ഓർമ്മയുള്ളത്. നിങ്ങൾ പലവരും ആ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഇത്രയും സിനിമകളാണ് ആ വർഷം മുകേഷിനേതായിട്ട് തിയേറ്ററുകളിൽ എത്തിയത്. ഈ സിനിമകളിൽ കുറച്ച് വിജയിച്ചു, കുറച്ച് വിജയിക്കാതെ പോയി. എനിക്ക് തോന്നുന്നു പൂച്ചയ്ക്കാര് മണി കിട്ടും ഈ സിനിമയായിരിക്കാം ആ വർഷം മുകേഷിന്റെ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള സിനിമ. കാരണം അതിൽ മുകേഷ് തന്നെയാണ് നായകൻ. സിദ്ദിഖ് ഉണ്ടെങ്കിലും നായകൻ നമുക്ക് മുകേഷ് എന്ന് പറയാം. ആയുഷ്കാലം ഓടിയ സിനിമയാണ്. പക്ഷെ ആയുഷ്കാലത്ത് നമുക്ക് മുകേഷിനെ മാത്രം നായകൻ എന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേരും, മുകേഷും ജയറാമും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഒരു പക്ഷെ ജയറാമനായിരിക്കും, കാരണം ജയറാമന് അതിൽ നായികയുണ്ട്, ജയറാമന് ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും മുകേഷ് എന്ന് പറഞ്ഞ നടൻ, ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു, ഏകദേശം എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ മുകേഷിന്റെ ഒരു സിനിമ, 2 മാസം കൂടുമ്പോൾ മുകേഷിന്റെ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്. ഇതിൽ പല സിനിമ, നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൽ എല്ലാ സിനിമയൊന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള, എല്ലാ സിനിമയും കാസ്റ്റ് എടുത്തിട്ടാണ് പ്രധാനമായിട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ ടി വിയിൽ വന്നിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലും സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകൾ കമന്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലാതെ വേറെയും സിനിമകൾ ഉണ്ടെങ്കിൽ ആ സിനിമകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഓർമ്മകളും നമുക്ക് ഷെയർ ചെയ്യുക.